വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് 100ഓളം പേരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തതായി പരാതി. കോട്ടയം പാലാ ചെർപ്പുങ്കലിൽ ഫാൽക്കൺ എന്ന സ്ഥാപനത്തിനെതിരെ പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ചേർപ്പുങ്കലിലെ ഫാൽക്കൺ HR മൈഗ്രേഷൻ എന്ന സ്ഥാപന ഉടമകളാണ് പണം വാങ്ങി മുങ്ങിയത്. പ്രാരംഭ നടപടികൾക്കായി 6 ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികൾ നൽകി. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് ഫോൺ വിളിക്കുമ്പോൾ സ്ഥാപന ഉടമകൾ പ്രതികരിക്കാതെയായി. ഇതിനു പിന്നാലെയാണ് ഇവർ പോലീസിനെ സമീപിച്ചത്. ഈ സ്ഥാപനത്തിന് ആളുകളെ വിദേശത്തേക്ക് അയക്കുന്നതിനുള്ള ലൈസൻസ് ഇല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഫാൽക്കൺ HR മൈഗ്രേഷനിൽ 5.5 ലക്ഷം രൂപ കൊടുത്ത് പോളണ്ടിലേക്ക് എനിക്ക് വർക്ക് തരാമെന്നും പറഞ്ഞ് എന്നെ അവര് പറ്റിക്കുകയാണ് ഉണ്ടായത്. ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞാൽ ഇവര് ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവർ മുന്നിൽ നമുക്ക് ഇട്ട് തരുന്നത്. അതായത് ആദ്യം ചെന്ന് കഴിയുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് വില ഒരു 300 രൂപ ഫീസ് അടച്ചിട്ട്, അപ്പൊ അതിൽ ഇവർ 2 പേര് വന്നിരുന്ന് ജിബിന് മാഹി വന്നിട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കുകയാണ്. അവരുടെ കുറെ കാര്യങ്ങൾ, അവർ വിട്ട ആൾക്കാരുടെ വീഡിയോസ്, അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരു ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. അതുവഴി ഒരു വീഡിയോ ഡിസ്പ്ലേയിൽ ഓടിക്കൊണ്ട് റണ്ണിങ്ങിലായിരിക്കും 24 അവർ. അതായത് ഇവർ കയറ്റിവിട്ട ആൾക്കാരാണ്. ഇവരൊക്കെയാണ് ഞങ്ങൾ ഇന്ന് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, അവരുടെ കുറച്ച് വീഡിയോസ്, ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ. നമ്മൾ വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും എന്നിവർ പറയും. അപ്പൊ ഇവർ പറയുന്നത് പലർക്കും നോട്ടീസ് പീരീഡ് കാര്യങ്ങൾ. ഇപ്പം എന്നെ വെച്ചാൽ ഞാനൊരു MNC വർക്ക് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് 2 മാസം നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇവരോട് ചോദിച്ചവർ പറഞ്ഞാൽ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ, കാരണം നിങ്ങളിപ്പോൾ ഉടനെ തന്നെ കയറി പോകാൻ ടൈമായി. ഈ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ നമ്മളെ വിളിച്ച് കഴിയുമ്പോൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജ് റീഡ് ചെയ്യില്ല. കാരണം ആ ഒരു വർക്ക് പെർമിറ്റിന്റെ സമയം കൊണ്ട് നമ്മുടെ മുഴുവൻ എമൗണ്ട് ഇവരുടെ കയ്യിലെത്തി. ഏകദേശം നമ്മളൊരു സെക്കൻഡ് ടൈം തേർഡ് ടൈം ആയിട്ട് നമ്മൾ ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അറൌണ്ട് ഒരു 3,30,300 ഞാൻ പേ ചെയ്ത സമയത്താണ് ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് അറിയുന്നതും പകുതി വഴിയിൽ ഞങ്ങൾ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നതും. ഇതിൽ കൂടുതൽ ഫുൾ എമൗണ്ട് അടച്ച് അറൌണ്ട് ഒരു 60 മെമ്പേഴ്സോളം ഉള്ള കുട്ടികൾ തന്നെ 1 crore മുകളിലായിട്ട് ഇപ്പോൾ തന്നെ പൈസ അടച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് പോലും ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ്. കാരണം ഞങ്ങൾക്കൊക്കെ വന്നത് ടെറിട്ടറി ഓഫ് സ്റ്റേ കാണിച്ചുകൊണ്ടുള്ള ഒരു റെഫ്യൂസലാണ് നമുക്ക് മുംബൈയിൽ നിന്ന് വന്നത്. അപ്പൊ ഇനി ഫർദർ മൂവ്മെന്റ് നമ്മളില്ല, പകരം നമ്മുടെ എല്ലാവരുടെയും ഫണ്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ളത്. സ്ഥാപന ഉടമകളായ 2 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി. മറ്റൊരാൾ ഇപ്പോഴും ഫോണിലൂടെ തട്ടിപ്പ് തുടരുകയാണെന്നും പരാതിക്കാർ ആരോപിച്ചു. ഏറെക്കുറെ 10 പേരിൽ മേലെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ക്രൈം രജിസ്റ്ററിൽ ചീറ്റിംഗ്, ഫോർജറി, ക്രിമിനൽ ഇന്റിമിഡേഷൻ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രതിപ്പട്ടികൾ 1-ൽ കൂടുതൽ ആളുകളുണ്ട്. വായ്പയെടുത്തും പണയം വെച്ചുമാണ് പലരും ഏജൻസിക്ക് പണം നൽകിയത്. സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യാനും നഷ്ടമായ തുക തിരികെ ലഭിക്കാനും പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു. ജനം, കോട്ടയം.